ധാരാളം വിശേഷണങ്ങളാൽ അലങ്കൃതനായ പിതാവ്, ദൈവപുത്രൻ്റെ വളർത്തുപിതാവ്, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സംരക്ഷകൻ, തിരുസഭയുടെ പാലകൻ, നന്മരണത്തിൻ്റെ മധ്യസ്ഥൻ, വിശുദ്ധ യൗസേ പിതാവ്. മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, നിശബ്ദതയിൽ തൻ്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുമ്പോഴും ദൈവം തന്നെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളോട് പൂർണ്ണമായി വിശ്വസ്തത പാലിച്ച ഒരു വ്യക്തിയായിരുന്നു വിശുദ്ധ യൗസേ പിതാവ്. തിരുവചനത്തിലൂടെ കണ്ണോടിക്കുമ്പോൾ ദൈവം തന്നെ നേരിട്ട് അദ്ദേഹത്തെ ഭരമേൽപ്പിക്കുന്ന ധാരാളം ഉത്തരവാദിത്വങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. മത്തായി സുവിശേഷം 1-ാം അധ്യായം 20 മുതൽ 25 വാക്യങ്ങളിൽ ഈ ഉത്തരവാദിത്വങ്ങളെ നാം കണ്ടുമുട്ടുന്നു. സർവ്വലോകത്തിൻ്റെയും സ്രഷ്ടാവും പരിപാലകനും ഉടയവനുമായ ദൈവം തൻ്റെ സ്വപുത്രനെയാണ് യൗസേ പിതാവിനായി നൽകുന്നത്, യൗസേ പിതാവിൻ്റെ സംരക്ഷണത്തിനായി ഭരമേൽപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സംരക്ഷണവും. തന്നെ ഭരമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളോട് 100% വിശ്വസ്തത പുലർത്തുവാൻ ആ പുണ്യപിതാവിന് സാധിച്ചിരുന്നു. ദൈവപിതാവ് തൻ്റെ പുത്രനെയും പുത്രൻ്റെ മാതാവിനെയും ഭരമേൽപ്പിച്ച ഈ പുണ്യപിതാവിൽ ഒരു മുഖം ദർശിച്ചിരുന്നു. അത് മറ്റാരുടെയുമല്ല, തൻ്റെ തന്നെ മുഖമായിരുന്നു. സ്വർഗത്തിൻ്റെ പിതാവ് തൻ്റെ മുഖം ഈ മനുഷ്യന് നൽകുമ്പോൾ വ്യക്തമായ ഒരു പദ്ധതി സ്വർഗീയ പിതാവിനുണ്ടായിരുന്നു. ഈ മനുഷ്യനിലൂടെ, വിശുദ്ധ യൗസേ പിതാവിനിലൂടെ തൻ്റെ കരുണയുടെ, തൻ്റെ സ്നേഹത്തിൻ്റെ, തൻ്റെ സംരക്ഷണത്തിൻ്റെ മുഖം ലോകത്തിനായി വെളിപ്പെടുത്തുക എന്ന പദ്ധതി. തിരുവചനം ധ്യാനിക്കുമ്പോൾ നാം മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുവാനായി എന്ത് റിസ്ക്കും എടുക്കാൻ തയ്യാറായ ഒരു വ്യക്തിയായിരുന്നു ഈ മനുഷ്യൻ. തൻ്റെ ജീവിതം പോലും പല ഘട്ടങ്ങളിലും ബലിയർപ്പിക്കേണ്ട അല്ലെങ്കിൽ മരണത്തിന് പോലും വിട്ടുകൊടുക്കേണ്ട സാഹചര്യം വന്നപ്പോഴും പരിശുദ്ധ കന്യകാമറിയത്തെയും ഉണ്ണി മിശിഹായെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സംരക്ഷിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഈ പിതാവ് സന്നദ്ധനായിരുന്നു. മരണകരമായ അപകടത്തിൽ നിന്ന് പോലും ഉണ്ണി മിശിഹായെ രക്ഷിച്ച ആ പുണ്യപിതാവിൻ്റെ ജീവിതം ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ഓർത്തിരിക്കുന്നുവെങ്കിൽ ആ ജീവിതത്തിൻ്റെ അർത്ഥവും ആ ജീവിതത്തിൻ്റെ പ്രാധാന്യവും ഞാനും നിങ്ങളൊക്കെ ഇന്ന് അനുസ്മരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ആ വിശ്വസ്തതയായിരുന്നു. അദ്ദേഹം ദൈവപിതാവിന് കൊടുത്ത വാഗ്ദാനങ്ങളുടെ നിറവേറ്റലായിരുന്നു. പ്രിയ സഹോദരരെ, ഈ പിതാവ് എന്നോടും നിങ്ങളോടുമൊക്കെ പറയുന്നത് മറ്റൊന്നുമല്ല, വിശ്വസ്തനായിരിക്കുക, വിശ്വസ്തയായിരിക്കുക. ദൈവപിതാവ് നമുക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ മുഖം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക, മറ്റുള്ളവരുടെ മുഖവും ദൈവതുല്യമാകുവാൻ അവരെ സഹായിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവം ഇത്രമാത്രം സ്നേഹിച്ച സ്വപുത്രനെ പോലും ഭരമേൽപ്പിക്കാൻ തയ്യാറായ ആ പുണ്യപിതാവിൻ്റെ തിരുസഭ ഇത്രമാത്രം, പരിശുദ്ധ കന്യകാമറിയം കഴിഞ്ഞാൽ വിശുദ്ധരിൽ ഇത്രമാത്രം മഹത്വപ്പെടുത്തുന്ന ഈ പുണ്യപിതാവിൻ്റെ സംരക്ഷണവും മാധ്യസ്ഥവും പ്രാർത്ഥനയും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ.